പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. പാട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ പാട്ട് ഇനി കേൾക്കുക. ഇനി കുറച്ചൊക്കെ ആയി കഴിഞ്ഞാൽ അവരവർ തന്നെ എടുത്ത് എല്ലാം കണ്ടു തുടങ്ങും. ഇപ്പൊ തന്നെ അത് യൂട്യൂബൊക്കെ എടുത്താൽ തന്നെ അവര് വേണ്ടത് പിടിച്ചു തുടങ്ങി. ഏത് പാട്ടാ വേണ്ടത് വെച്ചാൽ അത് അവിടേക്ക് എത്തും എങ്ങനെയല്ല അങ്ങനെ എടുത്ത് തുടങ്ങി. ഇപ്പത്തെ ഒരു ഹരാണ് പാമ്പുകോണി പറഞ്ഞിട്ട് അത് ഇരുന്ന് കളിക്കുക. എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവരെല്ലാരും പിടിച്ചിരുത്തി പാമ്പുകോണി കളിക്കുക. ബിഹൈൻഡ് വുഡ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിഷ സൈന. 2-3 ദിവസം മുന്നേ ട്രിവാൻഡ്രത്തൊരു പാട്ട് പാടി വൈറലായ ഒരു കുഞ്ഞു കുട്ടിയെ കാണാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അവന്റെ പാട്ടുകളും എല്ലാം അവന്റെ വിശേഷങ്ങളും എല്ലാം കേൾക്കാം. ഹലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വേദുമോനെ പരിചയപ്പെടാൻ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ. പേര് പറ. എന്താ പേര്? വലിയൊരു പേരാണ്, പറഞ്ഞേ. എന്താ? കൃഷ്ണൻ. നല്ല പേരാണല്ലോ. മോന് പാട്ട് പാടാൻ ഇഷ്ടമാണോ? എത്ര പാട്ട് പാടും? കൊറേ പാട്ട് പാടിയിട്ടുണ്ട്. എപ്പോഴാ മോൻ പാട്ടൊക്കെ പാടി തുടങ്ങിയത്? സംസാരം ഏകദേശം തുടങ്ങണ തൊട്ടിട്ട് ഇങ്ങനെ മറ്റത് ആദ്യത്തെ വരി അല്ലെങ്കിൽ രണ്ടാമത്തെ വരി അങ്ങനെ ടിവിയിലൊക്കെ കാണുമ്പോ അങ്ങനെയുള്ളത് സെൽഫ് ലേണിംഗ് ആണ്. അതെ, ടിവി ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോസ് പിന്നെ മുത്തശ്ശി ഇങ്ങനെ അയച്ചു കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ അമ്മാവൻ ഇങ്ങനെ അമ്മാവനും അതിന് പാട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ വേദുവിന് ഇഷ്ടമുള്ള രീതിക്കുള്ളത് വേദുവിന്റെ അമ്മാവൻ അത് തന്നെ എന്റെ ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. മുത്തശ്ശി ഇങ്ങനെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കും. എന്താ പറയാ, അല്ലെങ്കിൽ ഇന്ന പാട്ട് പാടിയിട്ട് അയച്ചു തരും. വേദു ഇങ്ങനെ വീഡിയോസ് കണ്ടോണ്ടേയിരിക്കും. യൂട്യൂബിൽ അത് വീഡിയോസ് ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കും. അതുപോലെ പാട്ട് പാടാന്നായാൽ ആള് ഈ പറഞ്ഞ പോലെ കേട്ട് 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 പാടാന്നായാൽ ആള് പാടും ചെയ്യും. ആണല്ലേ? ഏത് പാട്ടാ പാടാൻ പോകുന്ന വേദു? കല്ല് വീണ് പാടുന്നുണ്ടോ? ഏതാ പാട്ടാ പാടാൻ പോകുന്ന ഇപ്പോ? ഇപ്പൊ എത്ര വയസ്സായി മോന്? ഇപ്പൊ 4 വയസ്സായി. 4 വയസ്സായി. അപ്പൊ എപ്പോഴായിരുന്നു ഇങ്ങനെ ഈ ഒരു കാര്യം, പാട്ടാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നു തോന്നിയത് എപ്പോഴായിരുന്നു? അത് ഈ പറഞ്ഞ പോലെയാണ്. എന്താ പറയാ, താളം പിടിക്കും. പാട്ടുകൾ കേൾക്കുമ്പോ താളം പിടിച്ചു അത് പാടുമ്പോഴും അത് ചെയ്യുന്നുണ്ട്. അപ്പോഴും അതെ, നമ്മള് ഇങ്ങനെ പാടും എങ്ങനെയൊക്കെ പാടും ഇങ്ങനെ കണ്ട് പഠിക്കാൻ പറ്റുണ്ടാവും എന്നൊന്നും നമ്മൾ ധരിച്ചതല്ല. പക്ഷെ കുറച്ച് എത്തിയൊരു 2 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ താളത്തിൽ ഒരു വാക്കേ കിട്ടുള്ളൂങ്കിൽ ആ വാക്ക് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് താളം ഇതായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എല്ലാവരും പാട്ട് പാടിക്കൊടുക്കും. ഇപ്പം മുത്തശ്ശിയായാലും പാട്ട് പാടിക്കൊടുക്കും. എല്ലാവരും പാട്ട് പാടി കൊടുത്ത് തുടങ്ങി. അപ്പം ഇങ്ങനെ അവരും അതേ എല്ലാം ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾപ്പിക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് പാട്ട് ഇങ്ങനെ കേൾപ്പിക്കും. ഉറങ്ങണ സമയത്ത് ഓമനത്തിങ്കൾക്കിടാവോ ഒക്കെ ഇങ്ങനെ കേൾപ്പിക്കുമായിരുന്നു. അപ്പം അതിങ്ങനെ കേട്ട് ആ ഒരു ഇഷ്ടം. പഠിക്കുന്നത് എങ്ങനെയാണ്? ചേച്ചി തന്നെയാണ് പഠിപ്പിക്കുന്നതല്ല?
അക്ഷരങ്ങളെല്ലാം അക്ഷരങ്ങൾ ഈ പറഞ്ഞ പോലെയാണ്. ഒരു 2-2.5 വയസ്സ് തൊട്ടിട്ട് വേദു ഇങ്ങനെ ABCD ഒക്കെ യൂട്യൂബ് ഇങ്ങനെ കണ്ടു തുടങ്ങി. TV-യിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് കൂടുതലും കാണും ABCD A to Z ഇരുന്ന് അതിന് പല വീഡിയോസ് കണ്ടുകൊണ്ടേയിരിക്കും. യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ വേദു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതുണ്ടെന്ന് മനസ്സിലായി. എത്രാമത്തെ വയസ്സിലായിരുന്നു? ഒരു 2-ന്റെ ഉള്ളിൽ തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ അപ്പോൾ എന്ത് ചെയ്തു, ഒരു ബോർഡ് ഈ മറ്റേ ബോർഡും പെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഞാൻ ABCD ഇങ്ങനെ എഴുതി Z വരെ നമ്മളിങ്ങനെ എഴുതി കൊടുക്കും, 1 to 10 ഒക്കെ എഴുതി കൊടുക്കും. എന്നിട്ട് ചോദിക്കും, വേദുവിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആദ്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇന്നത് A to Z. പിന്നെ നമ്മൾ A to Z അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കാം, അങ്ങനെ എവിടെയാണെന്ന് ചോദിച്ച് അത് കാണിച്ചു കൊടുത്തു തുടങ്ങി. പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ 2-3 A എഴുതിയിട്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ അതൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ ഒരു സമയമായപ്പോൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഒന്ന് എഴുതിക്കണം പറഞ്ഞു, കൈ എടുത്തിട്ട് എഴുതിച്ച് തരാൻ പറഞ്ഞു. വേദു തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞത്. അന്ന് ഞങ്ങളിങ്ങനെ A to Z കൈ കൊണ്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. പിന്നെ കുത്തിട്ട് കൊടുത്താൽ അതിൻ്റെ മുകളിൽ എഴുതാനായി. ഇപ്പം അതാണിപ്പോൾ ഏത് നേരം കുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക, A to Z ഇങ്ങനെ എഴുതാം, 1 to ഇങ്ങനെ നമ്പേഴ്സ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു മലയാളത്തിൽ ആ ഈ തുടങ്ങി, അങ്ങനെയൊക്കെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ആൾക്ക് അതൊക്കെ ഇപ്പം ഇരുന്ന് എഴുതാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തു, എല്ലാം അങ്ങനെ കുത്തിട്ട് കൊടുക്കും. പിന്നെ വേദുവിന് ഈ പറഞ്ഞ ഡാൻസ് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ഏട്ടൻ്റെ വൈഫ് കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. ഡാൻസ് കളിക്കും, ടീച്ചർ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, വെച്ചാൽ പഠിപ്പിക്കണമൊക്കെ ഉണ്ട് കുട്ടികളെ. അപ്പോൾ അന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ശ്രീ ശാരിയിൽ വനദുർഗാക്ഷേത്രം പറഞ്ഞിട്ട് അമ്പലത്തിൽ ഡാൻസ് കളിച്ചു. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കൃഷ്ണദീപകനെ കളിച്ചു. അന്ന് വേദുവിനെ കൃഷ്ണനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. അന്ന് 2.5 വയസ്സാണ്. സ്റ്റേജിൽ കയറിയാലും ഇങ്ങനെ അങ്ങോട്ട് നിൽക്കാം ഇങ്ങോട്ട് നിൽക്കാം എന്നുള്ള അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ സ്റ്റേജിൽ കയറിയിട്ട് അന്ന് വേദു കളിക്കാൻ വേണ്ടി വേദുവിനെ അങ്ങോട്ട് കൊണ്ട് നിർത്തി. അപ്പോൾ എല്ലാവരും കൈയടിച്ചു, അങ്ങനെ കൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടിയിട്ടാ. ആ സമയത്ത് ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും കൈയടിക്കല്ലേ. ഇത് വേദിന് ഭയങ്കര ഇഷ്ടമായി. അതായത് അന്ന് മനസ്സിലായി വേദിന് അങ്ങനെ സ്റ്റേജ് ഫിയർ കുറച്ച് കുറവാണ്. വേദി ചെയ്തത് പിന്നെ ചിരിച്ച് നോക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ അമ്മയുടെ ചില ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായപ്പോഴും അതേ സ്റ്റേജിൽ പാടിയുണ്ട്. പിന്നെ അതിന് ശേഷം ഇതാ ഇങ്ങനെ ഇതാണല്ലേ, ഭയങ്കര സന്തോഷമാണ് നമ്മൾ. അതെ അതെ അതെ. അതെങ്ങനെയായിരുന്നു ഇൻസിഡന്റ്? പാടാൻ വേണ്ടി പോയതാണോ അല്ലാതെ? ഇത് ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേന്ന് ഒരു പരിപാടി വെറുതെ, വേറെയും കുട്ടികളുണ്ട്, കസിൻസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും പാട്ട് പാടിയിട്ടുണ്ട്, കഥ പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഈ പ്രായത്തിലുള്ള കുറേ കുട്ടികളുണ്ട്, കുറച്ചും വലുതായവരും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അതിൽ വേദു ഒരു പാട്ട് പാടിയാലും പിന്നെ വേദു പോയി തന്നെയാണ്. അല്ല, ഞങ്ങളായിട്ട് പരിപാടി നടത്തിയതാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പരിപാടി നടത്തിയപ്പോൾ വേദുനും അവിടെ ഒരു മൈക്കും വെച്ചായിരുന്നു. അങ്ങനെ എല്ലാ കുട്ടികൾക്ക് പാടി കളിക്കുകയൊക്കെ ആവാലോ വെച്ചിട്ട്. അപ്പോൾ ആ മൈക്ക് കിട്ടിയപ്പോൾ വേദു ആദ്യം പാടുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്, കുട്ടികളെല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ വേദുമോൻ അടുത്തൊരു പാട്ട് പാടാൻ പോവാണേ. ഓക്കെ, നമസ്കാരം പറഞ്ഞോളൂ. ഏത് പാട്ടാ പാടുന്നേ വേദു? പാട്ട് പാട് കേക്കട്ടെ. വേദു ഏതാ പാടണേ? ഏത് പാട്ടാ പാടുന്നേ? പൂമ്പാറ്റയുടെ പാട്ട്. എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. പൂമ്പാറ്റയുടെ പാട്ടാണ് പാടാൻ പോകുന്നത്. അതെ. പൂമ്പാറ്റ എൻ്റെ ഡ്രസ്സിൽ പൂ കണ്ടോണ്ടാണ് വേദു പൂമ്പാറ്റയുടെ പാട്ട് പാടി അല്ലേ? കണ്ടോ? അപ്പം ഇനി നന്ദി. അപ്പൊ അടുത്ത എന്താ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പഠിപ്പിക്കാൻ വേദുവിന് എന്താണ് ഇഷ്ടം ആ ഇഷ്ടത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോവുക. അതന്നെ. അപ്പൊ പാട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ പാട്ടിനും കേൾക്കുക. ഇനി കുറച്ചൊക്കെ ആയി കഴിഞ്ഞാൽ അവരവർ തന്നെ എടുത്ത് എല്ലാം കണ്ടു തുടങ്ങും. ഇപ്പൊ തന്നെ അത് യൂട്യൂബൊക്കെ എടുത്താൽ തന്നെ അവര് വേണ്ടത് പിടുത്തു തുടങ്ങി. ഏത് പാട്ടാ വേണ്ടത് വെച്ചാൽ അത് അവിടേക്ക് എത്തും എങ്ങനെയല്ല അങ്ങനെ എടുത്ത് തുടങ്ങി. പിന്നെ അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ. ഒത്തിരി സമയം ഫ്രീ ടൈംസ് കിട്ടും. വേദു പറഞ്ഞാൽ മതി. വേദു പറഞ്ഞോളൂ എന്താ ചെയ്യാറെന്ന്. ഫ്രീ ടൈം കിട്ടുമ്പോ വേദു എന്താ ചെയ്യാ പറയും. അന്ന് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞോളൂ. ഇവിടെ ഇരിക്കും. വേദു എന്തൊക്കെയാ കളിക്കുക? എന്നാ പാമ്പും കോണി കളിക്കാൻ പറയാം. എന്തൊക്കെയാ കളിക്കുക? ചേച്ചിക്ക് പറഞ്ഞ എന്തൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരുമെങ്കിൽ എന്തൊക്കെയാ ഈ പറഞ്ഞ ചെയ്യുന്നതൊക്കെ? ഇതായി ഇങ്ങനെ കളികള്, ഇങ്ങനെ ഓരോ കളികള്. പിന്നെ ബോളിട്ട് ഇങ്ങനെ ടെറസിൽ അവിടെയൊക്കെ പോയി കളിക്കും. പിന്നെ ഇതാ എഴുതല് ഭയങ്കരമാണ്. പിന്നെ ഈ പറയുന്ന പോലെയാണ് ഏത് നേരം ഇങ്ങനെ പാട്ടും പാടി കയ്യൊക്കെ കൊട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ബേർഡായിട്ട് ഇങ്ങനെ നടക്കും. അല്ല, ഞാൻ വന്നപ്പോ തന്നെ ABCD എഴുതിയിട്ട് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ 1 2 3 എഴുതി. ആള് ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പത്തെ ഒരു ഹരാണ് പാമ്പും കോണി പറഞ്ഞിട്ട് അത് ഇരുന്ന് കളിക്കുക. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇരുത്തി കളിക്കും. ഇപ്പൊ വീട്ടിൽ പോയാൽ അവരെ എല്ലാവരും ഇരുത്തി ഇതെല്ലാം കൊണ്ടുപോകും. ഈ പാമ്പും കോണി ഞങ്ങൾ കൊണ്ടുപോകും. കാരണം എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവരെ എല്ലാവരും പിടിച്ചിരുത്തി പാമ്പും കോണി കളിക്കും. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? അവര് കാരണം തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം എല്ലാ 2 വീട്ടിലെ
രണ്ട് വീട്ടിലായാലും ഭയങ്കര സപ്പോർട്ടാണ്. അത് മാത്രമല്ല വീട്ടുകാരും ഒപ്പം ഞങ്ങളുടെ എല്ലാ കുടുംബക്കാരും തന്നെ പറയാം ഭയങ്കര സപ്പോർട്ടാണ്. ആണല്ലേ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? അതൊന്നും നമ്മൾ പറഞ്ഞില്ല, നമ്മൾ മോൻ്റെ കാര്യം മാത്രമാണ് സംസാരിച്ചത്. എങ്ങനെയാണ് ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ മോണ്ടെസറി ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും അത് ചെയ്യുന്നു. ഹസ്ബൻഡ് എഡിറ്ററാണ്, വൈശാഖ് കൃഷ്ണൻ എന്നാണ് പേര്. ഓക്കെ. അപ്പം ഒത്തിരി കഴിവുള്ള, ഇനിയും ഒത്തിരി വലിയ കലാകാരനാകാൻ പോകുന്ന ഒരു മോനാണ് നമ്മുടെ സ്വന്തം വേദു. അപ്പം വേദുവിന് ഒത്തിരി ആശംസകൾ നേരുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ വലിയൊരു ഗായകനാകും അല്ലേ? നല്ല പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആ പ്രേക്ഷകർക്ക് ടാറ്റ പറഞ്ഞു വേദു, ടാറ്റ പറഞ്ഞേ, ടാറ്റാ. അപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിയിൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.